നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സിംലയ്ക്കടുത്തുള്ള കുഫ്രിയിലെ സ്റ്റെർലിംഗ് ഹോട്ടൽസിൽ നിന്നുമാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. ഒരു ബസ്സിൽ കയറി ഇവിടുത്തെ ഒന്നോ രണ്ടോ ഹിമാലയൻ ഗ്രാമങ്ങൾ സന്ദർശിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളുടെ ഈ യാത്ര. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തെളിഞ്ഞ നീലാകാശത്തിന് കീഴെ ഹിമാലയൻ ഗ്രാമങ്ങൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര. യാത്രയിൽ തിയോഗ് എന്ന സ്ഥലത്ത് ബസ് ഇറങ്ങി ചമ്പാഘാട്ട് എന്ന പേരുള്ള ചെറിയ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ നടന്നു കയറി. ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഈ ഗ്രാമത്തിലെ ചെറിയ ഒരു ചായക്കട കണ്ടത്. പ്രധാനമായും സിദ്ധുവാണ് ഇവിടെ കണ്ടില്ലേ, സിദ്ധു കഫേ. പുറത്താണെന്ന് കാണുന്നില്ല, പക്ഷേ സിദ്ധു കിട്ടുമെന്ന് പറഞ്ഞു. സിദ്ധു കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കടയിലേക്ക് പോവുകയാണ്. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ പഴയ ചായക്കടകളുടെ കൂട്ട്. ഞങ്ങളുടെ ഉച്ചക്കത്തെ ആഹാരം സിദ്ധു എന്ന് പറയുന്ന ഹിമാലയൻ ഡിഷാണ്. എവിടെ പോയാലും ഇപ്പോൾ സിദ്ധുവാണ് കഴിക്കാൻ കിട്ടുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലെ നെയ്ക്കകത്ത് മുക്കി ഇങ്ങനെ കഴിക്കാം. ഡ്രൈ ഫ്രൂട്ട്, ശർക്കര ഒക്കെ മധുരം ഉള്ളതുകൊണ്ട് പിന്നെ മസാല ഇട്ടതുകൊണ്ട്. ഇന്നലെ ഞങ്ങൾ മസാല ഇട്ടായിരുന്നു കഴിച്ചു. ഇന്ന് മധുരമുള്ളത് ട്രൈ ചെയ്യണം. അതെ, നെയ്ക്കകത്ത് മുക്കി കഴിക്കണം. ഇത് ഗോതമ്പിൻ്റെ മാവാണ്. അതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ശർക്കരയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. ഉണ്ടാക്കുന്ന രീതി നമ്മുടെ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇഡലി ഉണ്ടാക്കുന്ന അതേ സെയിം ചെമ്പിനകത്താണ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ തണുപ്പിനെ പിടിച്ച് വയ്ക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കണം. അപ്പം അതിന് വേണ്ടിയുള്ളതാണ്. ചെയ്യേ നല്ലതാണെന്ന് പറയുന്നു. കാരണം ഇത് നല്ല സോഫ്റ്റാണ്. അപ്പം നമുക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. സൂപ്പർ ടേസ്റ്റ്. ഭാര്യയും ഭർത്താവോടാണ് ഈ കട നടത്തുന്നത്. ഭാര്യയുടെ ഇരിപ്പുണ്ട്. മധുരവും മസാലയും ഒക്കെ ചേർത്ത സിദ്ധു കഴിച്ചിട്ട് ഞങ്ങൾ കടി ചാവൽ എന്ന് പറയുന്ന ഫേവറേറ്റ് നോർത്ത് ഇന്ത്യൻ ഡിഷിന് ഓർഡർ ചെയ്തു. ഇത് തൈരുണ്ടാക്കിയ കറിയും കുറച്ച് പച്ചരിച്ചോറുമാണ്. खाना अच्छा था यार. आपका नाम क्या है? विनोद शर्मा. विनोद शर्मा. ठीक है विनोद जी. ചമ്പകാട്ടിൽ നിന്ന് നമ്മൾ ഇതൊക്കെ താഴെ ഒരു അമ്പലം കാണുന്നുണ്ട്. ആ അമ്പലത്തിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്താ ഇവിടെ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി അവരിങ്ങനെ കിണർ പോലെ ഒരു ജലസംഭരണി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ കണക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം വലിയ ഷോർട്ടേജാണ് ഹിൽ സൈഡിലൊക്കെ. അവരുടെ മെയിൻ ആശ്രയം എന്ന് പറയുന്നത് മഞ്ഞിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഐസിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ്. ഈ വർഷം മഞ്ഞ് വീഴ്ച കുറവായതുകൊണ്ട് വെള്ളത്തിന് നല്ല ദാരിദ്ര്യമായിരിക്കുമെന്ന് ഇവർ പറയുകയുണ്ടായി. അമ്പലങ്ങൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഓരോ ഗ്രാമക്കാർക്കും അവരുടേതായ അമ്പലങ്ങളും മൂർത്തികളുമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ യാത്ര ചെയ്യാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും ഇത്രയധികം അമ്പലങ്ങൾ ഓരോ ഗ്രാമത്തിലും ഇങ്ങനെ ഉണ്ടായി വന്നത്. ടഫായിട്ടുള്ള വഴിയാണ്. ഈ പടികളിങ്ങനെ കെട്ടിയിട്ടുകൊണ്ട് വലിയ പ്രയാസമില്ല ഇറങ്ങിപ്പോകാൻ. പക്ഷെ തിരിച്ച് കയറുന്നത് ഇച്ചിരി കഠിനമായിരിക്കും. ഹിമാലയത്തിലെ ജീവിതം സത്യം പറഞ്ഞാൽ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ്. നമ്മൾ വിചാരിക്കും ഇവിടെ ആപ്പിൾ കൃഷിയുണ്ട്, ടൂറിസമുണ്ട്, അതൊക്കെ കുറച്ച് പേർക്ക് മാത്രമുള്ള കാര്യമാണ്. പക്ഷേ സാധാരണക്കാരുടെ ജീവിതം ഇപ്പോഴും കഷ്ടമാണ്. കാരണം ഈ മലയോടും മഞ്ഞിനോടും ഒക്കെ നേരിട്ടിട്ട് വേണം അവർക്ക് ഓരോ ദിവസം കഴിയാൻ. കണ്ടില്ല, ഇങ്ങനെയുള്ള വളരെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങൾ കയറി വേണം ഓരോ വീട്ടിലൊക്കെ എത്താനായി. അപ്പോൾ അതുപോലെ പ്രയാസമാണ് അവർക്ക്. कहाँ गए थे? क्यों, कुछ सामान लेके गए था? क्या लेके गए थे?
ആട്ടാ ഓ ഗോതമ്പിൻ്റെ പൊടി കൊണ്ടുപോയിട്ട് തിരിച്ച് കയറുകയാണ്. सही है आप सही है हाँ आपसे हाँ कितना उम्र है आपका कितना एज उम्र है आपका है 56 55 हाँ 55 वैसे उल्ले कृषि के गैस का काम करता है तो गैस लेके गया अभी आटा लेके गया ഗ്യാസ് കാപ്പി करता है ഗ്യാസിൻ്റെ സിലിണ്ടർ ഇവിടെ എല്ലാം കൊണ്ടു കിടക്കുന്ന ആളാണ്. ഈ കയറ്റം എല്ലാം കൃഷി ഇങ്ങനെ കയറി കൊണ്ടു കിടക്കും. ഇപ്പോൾ ഒരു ഗോതമ്പിൻ്റെ ചാക്ക് താഴെ കൊണ്ടുപോയിട്ട് തിരിച്ച് കയറുകയാണ്. നല്ല ലോഡ് എടുക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തുകാരെ. തൻ്റെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റിക്കൊണ്ടാണ് ഈ മനുഷ്യൻ നടന്ന് അകലുന്നതെന്ന് എനിക്ക് തോന്നി. ഇറക്കങ്ങളും കയറ്റങ്ങളും കയറി ദാ ആ ദൂരെ കാണുന്ന അമ്പലത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഹിമാലയത്തിലെ യാത്രകളിൽ, പ്രത്യേകിച്ചും ഹില്ലി ടെറേനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ഷൂ കരുതുന്നത് അത്യാവശ്യമാണ്. കാരണം കല്ലിൽ തട്ടി താഴെ വീഴാനും ആ വീഴ്ച ഒരു ഭയാനകമായി മാറാനുള്ള സാധ്യതയൊക്കെ വളരെ അധികമാണ്. സ്റ്റെപ്പുകൾ കയറി എത്തുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം. അമ്പലത്തിൻ്റെ 4 ചുറ്റുള്ള മലകളിൽ കർഷകരുടെ കൃഷിഭൂമിയാണ്. സ്റ്റെപ്പ് ഫാമിംഗ് ആണ് ഇവിടെ കർഷകർ പൊതുവായി അഡോപ്റ്റ് ചെയ്യാറുള്ള കൃഷിരീതി. അമ്പലത്തിലേക്കുള്ള വഴിയിൽ കുറച്ച് ഭാഗത്ത് സ്റ്റെപ്പുകളൊന്നുമില്ല. നല്ല ഉരുളൻ കല്ലുകളൊക്കെയാണ് വഴിയിൽ. ഒന്നുകൂടെ സൂക്ഷിച്ച് നടക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും കുത്തനെയുള്ള കുറെ പടികൾ. ഇത് കയറി വേണം അമ്പലത്തിന്റെ അടുത്തെത്തുവാൻ. കയറിപ്പോകുന്ന പടികളുടെ ഇടതുവശത്ത് നല്ല ഒരു താഴ്വാരമാണ്. വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് നടക്കുവാൻ. അങ്ങനെ നടന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. പക്ഷേ അമ്പലം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. മുന്നിൽ 2 സിംഹങ്ങളും അതിന് പുറകിലായി 2 ദ്വാരപാലകരും കാവൽ നിൽക്കുന്ന അമ്പലം. മുകൾ ഭാഗത്ത് ശിവന്റെയും പാർവതിയുടെയും പ്രതിമയുമുണ്ട്. അമ്പലത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ നല്ല മാർബിൾ കല്ലുകളിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഗേറ്റിൻ്റെ വിടവിലൂടെ ക്യാമറ കടത്തി ഞാൻ അമ്പലത്തിൻ്റെ കുറേ വിഷ്വൽസ് എടുത്തു. സ്വർണ്ണ നിറമുള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്ന അമ്പലം. അതിനു മുകളിൽ ലോഹത്തകടുകൾ വെച്ചിട്ട് മേൽക്കൂര പണിതിരിക്കുന്നു. മഞ്ഞുകാലത്ത് മഞ്ഞ് തങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ലോഹ മേൽക്കൂര. അമ്പലം പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ പരിസരത്ത് കുറച്ച് സമയം ചെലവഴിച്ചു.
ഞങ്ങൾ അമ്പലം കണ്ടിട്ട് തിരിച്ച് മടങ്ങുകയാണ്. കുറേയേറെ നല്ല ഓർമ്മകൾ മനസ്സിൽ തങ്ങി നിൽക്കുവാൻ തക്കവണ്ണം ഈ ഗ്രാമത്തിലെ ഈ ചെറിയ വിസിറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഗ്രാമങ്ങളാണ് ഹിമാചൽ പ്രദേശിലെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്പലങ്ങൾ ധാരാളമുണ്ട്. ഇതാ ഈ കാണുന്ന അമ്പലത്തിലാണ് നമ്മളിപ്പം പോയിട്ട് വന്നത്. കുറച്ചകലെ വേറൊരു അമ്പലം കാണുന്നുണ്ട്, കണ്ടില്ലേ? തിരിച്ചു വരുമ്പോഴാണ് ഈ 2 ഗ്രാമീണരെ ഞാൻ കണ്ടത്. അവരിൽ നിന്നിങ്ങനെ കാര്യം പറയുകയാണ്. नमस्ते जी, कहाँ इधर ही रहते, नीचे रहता है आप लोग? नीचे अच्छा, मंदिर तो बंद है, हम मंदिर जाके आया था अभी। अच्छा, मंदिर तो अभी बंद वो भी बंद होगा ना? अच्छा, ये तो खुला रहता है, ये खुला रहता है, खुला रहता है, ये बंद होता है, ये पुराना शायद। हाँ मतलब ये भी खुला रहता है ना, मतलब ये ऑटो टाइम खुला रहता है। अच्छा अच्छा, ये बंद होता है। नहीं वैसे हम आए थे तो हाँ कोई बात नहीं। हाँ हाँ हाँ, जाओ दर्शन करिए। തൊട്ടപ്പുറത്ത് കാണുന്ന അമ്പലം തുറന്നിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടത്തം തുടങ്ങി. ഇവിടെയൊക്കെ ഇതാ ആപ്പിൾ മരങ്ങൾ അങ്ങനെ ഇല പൊഴിച്ചു നിൽക്കുന്നു. ഏപ്രിൽ മാസം പകുതിയാകുമ്പോഴേക്കും ഈ മരങ്ങളിലൊക്കെ ഇലകൾ വന്നു തുടങ്ങും. ഓഗസ്റ്റ് മുതൽ നവംബർ വരെയാണ് ആപ്പിളിന്റെ വിളവെടുപ്പ്. അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് ഈ മുത്തച്ഛനെയും കൊച്ചുമകളെയും കണ്ടത്. नमस्ते सर, हम केरला। हाँ हाय बेटे, स्कूल गए थे? यस मैम। अच्छा, कहाँ है स्कूल, पास में? हाँ जी अच्छा, मैम बोली थी कई लोग केरला में रहते हैं। बोर्डिंग में? हाँ? केरला में रहता है लोग? आपका दोस्त लोग? दोस्त नहीं। फिर मैम बोली थी कई होते मेरे जानने वाले केरला में। अच्छा, क्या नाम है उनका? वीना मिट्टा मैम। है? वीना मिट्टा मैम। अच्छा, टीचर जो है ना? हाँ जी। अच्छा, आप कौन सी क्लास, स्कूल का नाम क्या है आपका? DAV के जाइडी पब्लिक स्कूल। कहाँ है? यहाँ पर है। पास में ही है। आपका नाम क्या है? नमस्ते भारद्वाज। नमस्ते भारद्वाज, ठीक है। आपका दादा है? വീട്ടിലേക്കുള്ള വഴിയിൽ തന്റെ മുത്തച്ഛനോട് സ്കൂളിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുന്ന തപസ്യയുടെ പുറകെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു. अच्छा, आपका टीचर का नाम क्या था, दोबारा बोलो? वीना, मिला था करके। टीचर को हमारा हाई कर दो, ठीक है? बाय बाय बाय। വീണ എന്നു പേരുള്ള മലയാളി ടീച്ചർ തന്നെ പഠിപ്പിക്കുന്നുണ്ടെന്ന് തപസ്യ ഞങ്ങളോട് പറഞ്ഞു. ടീച്ചറിനോട് ഹായ് പറയുവാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് നടന്നു. അമ്പലത്തിലേക്കുള്ള വഴിയിലാണ് വളരെയധികം പഴക്കം തോന്നിക്കുന്ന ഈ ഹിമാചലി വീട് കണ്ടത്. ഈ വീടിന്റെ താഴ്ഭാഗം കന്നുകാലികൾക്കും മുകളിൽ മനുഷ്യർക്കും താമസിക്കുവാനുള്ളതാണ്. തടിയും കല്ലും ഇരുമ്പുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. इधर कोई रहता है अभी? अच्छा, अभी भी रहता है। हाँ, कितना पुराना मकान है? 100 साल से ऊपर होगा। 100 साल से उससे मतलब बहुत पुराना है मतलब. हाँ, എൻ്റെ പ്രായം അറിയത്തില്ല, പക്ഷെ ഒരുപാട് പഴയതാണെന്നാണ് പറയുന്നത്. താമസമുള്ള വീടുകളൊക്കെയാണ് ഇത്. കണ്ടില്ല, എല്ലാം ചെറിയ ചെറിയ ജനലുകളും ഒക്കെ ഉള്ള, ഒട്ടും വെന്റിലേഷൻ ഇല്ലാത്ത വീടുകളാണ്. കാരണം തണുപ്പ്
അത് ശക്തമായ തണുപ്പായിരിക്കുമല്ലോ ഈ ഭാഗത്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഒട്ടും തണുത്ത വായു പുറകകത്തോട്ട് കയറരുത്. മൊത്തം കെട്ടിയടിച്ച വീടുകളാണ്, കണ്ടില്ലേ? ചെറിയ ഗ്ലാസ് പാളി മാത്രമുണ്ട്. അതിലൂടെ ഒരുപക്ഷെ അവർക്ക് പുറത്തേക്ക് നോക്കാനൊക്കെ കഴിയും. ഞങ്ങളങ്ങനെ നടന്ന് ഈ അമ്പലത്തിന്റെ അടുത്തെത്തി. ദേവദാരു മരത്തിന്റെ തടി ഉപയോഗിച്ച് ധാരാളം ചിത്രപ്പണികൾ ഈ അമ്പലത്തിന്റെ നാല് ചുറ്റും ചെയ്തിട്ടുണ്ട്. അമ്പലത്തിന്റെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പണിക്കാരെ ആരെയും ഇവിടെ കണ്ടില്ല. 4 നിലകളുണ്ട് ഈ അമ്പലത്തിന്. ദേവദാരു മരത്തിന്റെ തടിയും സിമന്റ് കട്ടകളുമാണ് പണിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതായി കാണുന്ന സ്കൂട്ടർ കണ്ടില്ലേ? ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നത് മുകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതിൻ്റെ ഫ്രണ്ട് വീൽ കണ്ടില്ലേ, ഒരു അയൺ റോപ്പ് ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ തൊട്ടിയെ മുകളിലോട്ട് പൊക്കി മുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കും. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണെന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഇവിടെ അവർക്ക് വേറൊരു മാർഗ്ഗമില്ലല്ലോ, അല്ലെങ്കിൽ മൊത്തം ചുമന്ന് കയറ്റേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ സ്കൂട്ടറാണ് മുകളിലേക്ക് ഭാരം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. ഹിമാചൽ പ്രദേശിന്റെ ഈ ഭാഗത്തൊക്കെ ഓരോ വർഗ്ഗക്കാർക്കും, ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ചൗധരിക്കുമൊക്കെ അവരുടേതായ അമ്പലങ്ങളുണ്ടെന്ന് ഇവിടുത്തെ കെയർടേക്കർ എന്നോട് പറഞ്ഞു. ഈ കോംപ്ലക്സിന്റെ വേറൊരു ഭാഗത്ത് പണി പൂർത്തിയാക്കിയ ഈ അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ശില്പികളുടെ കരവിരുത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ വരുന്ന ആളാണ് ഈ അമ്പലത്തിന്റെ കെയർടേക്കർ. ഇപ്പോൾ നടക്കുന്ന റിനോവേഷൻ വർക്കെല്ലാം ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. അമ്പലത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ തിയേറ്ററിൽ എന്ന പോലെ പടികളൊക്കെ കെട്ടിയിരിക്കുന്നു. ഇവിടെ ആൾക്കാരിരുന്ന് ഇവിടുത്തെ പരിപാടികൾ കാണാറുണ്ടത്രേ. വിശേഷ അവസരങ്ങളിൽ ധാരാളം ആൾക്കാർ കൂടാറുള്ള ഒരു അമ്പലമാണിത്. അമ്പലത്തിന്റെ മതിലിനപ്പുറത്ത് ഹിമാലയം ഒരു വെള്ള പുതപ്പ് പുതച്ച് അങ്ങനെ കിടക്കുന്നു. അങ്ങനെ കുറെ നേരം അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളെ കാത്ത് തപസ്യ നിൽപ്പുണ്ടായിരുന്നു. അവൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഡ്രസ്സും മാറി വന്നിരിക്കുകയാണ്. തപസ്യയുടെ കൂടെ നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോ എടുത്തു. വളരെ ഓമനത്വമുള്ള കിലുകില സംസാരിക്കുന്ന ഒരു കൊച്ച് ഹിമാലയൻ പെൺകുട്ടി. അമ്പലത്തിന്റെ പുറത്ത് ചുറ്റുപാടും താമസിക്കുന്ന 1-2 സ്ത്രീകൾ നിൽപ്പുണ്ടായിരുന്നു. മിനി അവരോട് സംസാരിച്ചു തുടങ്ങി. ये कितना पुराना? बहुत पुराना है ना, मतलब 5-6 पीढ़ी है, नया बनाया. अच्छा. हाँ. नया मकान ऊपर बना दिया, पुराना.
ഇവരൊക്കെ പുതിയ വീടുകൾ മുകളിൽ പണിതിട്ടുണ്ടത്രേ. हाँ अच्छा ठीक है, हाँ ठीक है ठीक है फिर हाँ। नहीं 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 हमने खाना भी खाया, ऊपर से खाना खाया था अभी, सिद्धू खाया था हाँ. ഈ ഗ്രാമീണരോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ പിരിയുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ആഹാരം കഴിച്ച ചെറിയ ഹോട്ടൽ ഇവരുടെ വീട്ടുകാരുടെയാണത്രേ. അവരുടെ മകനും മരുമകളുമാണ് ആ ഹോട്ടൽ നടത്തുന്നത്. ഗ്രാമീണരോടും തപസ്യയോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ പിരിയുകയാണ്. കുറെ നല്ല ഓർമ്മകളാണ് ഈ യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടിയത്. चलिए सर, बाय बाय. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്.